ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ്. കുറെ കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. അത് പക്ഷെ ഇത് ഭയങ്കര നോക്കി പഠിച്ച് സെറ്റായിട്ട് ഞാൻ പ്രോ ആയിട്ടാണ് കളിക്കുന്നത് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇന്ന് ഒരു വീട് ഉണ്ടാക്കാൻ പോവാം. അതിനൊരു പ്രത്യേക റീസൺ ഉണ്ട്. ഇപ്പൊ കണ്ടോ, ഇത് നിങ്ങൾ കണ്ടോ, ഇവിടെയാണ് ഞാൻ കിടക്കുന്നത്. ഇതൊരു സർവൈവൽ വേൾഡാ. ഇവിടെ ഇത്ര ഓപ്പൺ ആയിട്ട് കിടന്ന എന്തായാലും ഒരു ദിവസത്തിനുള്ളിൽ ചാവും. അതുകൊണ്ട് ഇന്ന് എങ്ങനെയും ഒരു വീട് സെറ്റ് ചെയ്യണം. ഇതാരാ? ഷിപ്പ്. ഇതെന്താന്നറിയോ? ഇതെന്റെ ബോട്ടാ. ഇതെനിക്ക് മാറിയേക്ക്. എടാ മാറിയേക്കുന്നില്ല. ഇവന് ബോട്ട് എടുത്ത്. ഇവനെങ്ങനെ ബോട്ട് എടുത്ത്? ഓക്കെ ബോട്ട് ഇവന് കൊടുക്കാം. വേറെ ബോട്ട് ഉണ്ടാക്കാം. ഇതിപ്പോ ഈ ബെഡൊക്കെ പൊട്ടിച്ചിട്ട് ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കണം. സർവൈവ് ചെയ്യണമെങ്കിൽ ഈ വേൾഡിൽ എന്തായാലും ഒരു വീട് വേണം. അല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഒരു വീടുണ്ടാക്കും. പക്ഷെ അത് 2 നില വീടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താ സിംഹ? എടാ ഇത് കാറ്റ് വേഴ്സസ് ഷീപ്പായി. ഇതിലിപ്പോൾ ഈ കാറ്റിന് ബോട്ട് വേണം, ഈ ഷീപ്പിന് ബോട്ട് വേണം. ഇത് പ്രശ്നമാവും. ഇവരെന്താന്ന് വെച്ചാൽ ചേട്ടാ, ഇതെടുത്തോണ്ട് ഇവിടുന്ന് പോവാ. കുറച്ച് സർവൈവ് ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള ആയുധവും ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇനി എനിക്ക് വേണ്ടത് ഒരു അടിപൊളി വീടാ. അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ലൊക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു നല്ലൊരു ലൊക്കേഷൻ കണ്ടുപിടിക്കട്ടെ. വാവ്, ഞാൻ അങ്ങനെ ഒരു നൈസ് ലൊക്കേഷൻ കണ്ടുപിടിച്ച്. അവിടെ കണ്ട ഒരു കേവ്. ഇത് റിവർ സൈഡ്, അത്യാവശ്യം സാൻഡൊക്കെ സൈഡിൽ വെച്ചൊരു ഒരു ബീച്ച് ലുക്ക്. അവിടെയാണ് വീട് സെറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ വീട് സെറ്റ് ചെയ്യും. ഇവിടെയൊക്കെ ക്ലീൻ ആക്കണം. കാരണം ഇവിടെ കുറച്ച് ആവശ്യമില്ലാത്ത ബ്രിക്സും മരവും ഒക്കെ ഉണ്ട്. ഇതെല്ലാം കളഞ്ഞിട്ട് ഇവിടെ 2 നില വീട് ബിൽഡ് ചെയ്യാനാണ് പ്ലാൻ. അതിനു വേണ്ടി കുറച്ച് സാധനങ്ങൾ വേണം, അല്ലാതെ ബിൽഡ് ചെയ്യാൻ പറ്റൂല. അയ്യോ, രാത്രി സോംബീസ് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ബെഡ് ഇട്ടിട്ട് കിടക്കണം. ഈ ഉണ്ടാക്കാൻ പോകുന്ന വീടിൻ്റെ ഡിസൈനൊക്കെ എൻ്റെ ഉണ്ട്. അത് വെച്ച് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് കിടക്കട്ടെ. ഇത് രാവിലെ ആകട്ടെ. രാവിലെ ആവും. രാത്രി ആയിക്കഴിഞ്ഞ് വീടില്ലാത്തതിൻ്റെ പ്രശ്നം ഇതാ. അതായത് പെട്ടെന്ന് സോംബീസ് എല്ലാം വന്ന് അറ്റാക്ക് ചെയ്യും. നമുക്ക് കിടക്കാൻ സമയം തരില്ല. അതാ കണ്ടോ, അവിടെ സ്കെൽട്ടൻ കണ്ടോ? അത് എത്തി. രാത്രി ആവുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. അത് പ്ലാൻ ചെയ്ത് വൈകുന്നേരം തൊട്ട് പ്ലാൻ ചെയ്യായിരുന്നു. രാത്രി ആകുമ്പോൾ അവനെ കൊല്ലണമെന്ന്. അങ്ങനെ വന്ന് കൊല്ലാൻ നോക്കിയതാ. പക്ഷെ അതിന് മുമ്പേ ഞാൻ കിടന്നുകൊണ്ട് രക്ഷപ്പെട്ടു. ഇനിയിപ്പം ഇവിടുത്തെ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വീടിനുള്ള ബേസ് സെറ്റ് ചെയ്യാം. അതിന് വേണ്ട സാധനങ്ങളും എടുക്കാൻ പോവാം. ഓക്കെ, ഇപ്പം നമുക്ക് വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റിസോഴ്സസ് ആണ് വേണ്ടത്. അത് 50 സ്റ്റോൺ വേണം. 50 സ്റ്റോണ്, 100 വുഡ്, പിന്നെ കുറച്ച് അയൺ വേണം. ഒരു 5 അയൺ വേണം. 5 അയൺ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ. ഇത്രയും സാധനം വേണം. ഇതിനിപ്പോൾ പോകാൻ പറ്റിയത് ആ ഒരു കേവ് മാത്രമാണ്. കേവ് തുടങ്ങിയില്ല. അതിനു മുമ്പേ കേവിലോട്ട് പോകേണ്ട വരിക. കാരണം വേറെ വഴിയില്ല. ഇത്രയും സാധനങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ കേവ് ആണ് ബെസ്റ്റ്. അതുകൊണ്ട് അങ്ങോട്ട് പോവാം. അവിടെ പോയിട്ട് ഓരോ സാധനങ്ങൾ എടുക്കുക. പോകുന്ന വഴിക്ക് ഈ സോംബി അല്ല, അവിടെ ഒരു മീനുണ്ട്, ഫിഷ്. അതിനെ പിടിക്കണം. ആ ഫിഷിനെ പിടിക്കുക. ഇവിടെ ഫുള്ള് സോംബിയാടാ. അതാ ആ സോംബി എറിയുന്ന എന്തോ സാധനം ഉണ്ട് അതിൻ്റെ കയ്യിൽ. അത് കുറച്ച് ഡേഞ്ചറാ. അതിനോട് ഫൈറ്റിന് വെക്കണ്ട. ഇവിടുന്ന് പോവാ. ഇതിനെ കൊല്ലാം ഫുഡിന്. ചാവ്. ഓക്കേ, പവർഫുൾ ഫുഡ് ഒറ്റയടിക്ക് തീർത്തു. എനിക്ക് കുറച്ചിപ്പോൾ ടോട്ടൽ എൻ്റെ ഇത്രയും ഫുഡ് ഉണ്ട്. 2 റോ പോർക്ക്, ചിക്കൻ, ഇത്രയും ഫുഡ് ഉണ്ട്. ഫുഡ് തീരാൻ ചാൻസ് ഇല്ല, എന്നാലും എടുക്കാം. ഒരു സപ്പോർട്ടിന്. ചിലപ്പോൾ തീർന്നാലോ, പണി കിട്ടിയാലോ. അതുകൊണ്ട് ഇങ്ങോട്ട് പോവാ. ഓക്കേ, ഇവിടെ ഉറപ്പ് ഞാൻ പറയാം അയൺ ഉണ്ട്. ഇവിടെ അയൺ ഉണ്ട്, എനിക്ക് കൺഫേം ആണ്. ഇത് കണ്ടിട്ട് നല്ല ഡേഞ്ചർ ആയിട്ടുള്ള കേവ് തന്നെയാണ്. അവിടെ കോളും ഉണ്ട്, സ്റ്റോണും എല്ലാം സെറ്റാണ്. എല്ലാ സാധനവും ഈ കേവിൽ നിന്ന് ഉറപ്പായിട്ട് കിട്ടും. എന്നാലും നേരെ കേവിൻ്റെ അങ്ങോട്ടേക്ക് കയറാം. അങ്ങനെ ഞാൻ ഈ ഡേഞ്ചറായ കേവിൻ്റെ ഫ്രണ്ടിലെത്തി. കുറേ സമയം ഞാനിവിടെ സൂക്ഷിച്ച് നോക്കുന്നു. എന്നിട്ട് ഞാൻ കണ്ടുപിടിച്ചു അയൺ എവിടെയാണ്. നിങ്ങൾക്ക് 3 സെക്കൻഡ് കണ്ടുപിടിക്കാൻ പറ്റുമോ? 1 2 3. ഗസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇതാ ആ ടോപ്പിൽ അവിടെ 4 അയൺ കണ്ട. എനിക്ക് 4 അയൺ അവിടെയുണ്ട്. പക്ഷെ ഒരു വലിയ പ്രശ്നം, അങ്ങോട്ട് കയറുന്നതാണ്. അവിടെ കയറി അയൺ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലെത്തണം. ഇപ്പോൾ ഇതെല്ലാം പൊട്ടിച്ചെടുക്കട്ടെ. ഞാനിതെല്ലാം ഇവിടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി വെച്ചതാണ്. കുക്കിങ്ങിനൊക്കെ കഴിഞ്ഞ് ഫുഡ് ചെയ്യുക. അവിടെ ഇതാരും അറ്റാക്ക് ചെയ്യുന്നത്? ഇവിടെ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡേഞ്ചറായതാ ഇവനുണ്ട്. എടാ ഈ സോംബി, ചെറിയ സോംബി. എടാ ഇവ തൊട്ടാ തീർന്നു. അവൻ ഭയങ്കര ഡേഞ്ചറാ. ഇവനെ കൊല്ല. ഇവൻ ഏറ്റവും ഡേഞ്ചറായ സോംബി. ഈ ചെറിയ സോംബികൾ നിങ്ങൾ ഇങ്ങനെ ഇവരുടെ അടുത്ത് പെട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നാട് കിട്ടോ.
അല്ലെങ്കിൽ കൊല്ലണം, അപ്പം തന്നെ കൊല്ലാൻ നോക്കണം. വെറുതെ അവർ സ്കിപ്പ് ചെയ്യാൻ നോക്കരുത്, അവർ ഭയങ്കര ഡേഞ്ചറാണ്. ഇവിടുന്ന് ഇപ്പോൾ മുകളിലോട്ട് കയറാം. ഇവിടുന്ന് മുകളിലോട്ട് കയറാം. സ്റ്റെപ്പ് ഉണ്ട്. ഓ ഇതല്ലേ, ഈ വെള്ളത്തിലേക്ക് കൂടി പിടിച്ച് മുകളിലോട്ട് കയറാവോ? പറ്റും പറ്റും. എനിക്ക് അയൺ കിട്ടുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അവിടുന്ന് വല്ലതും താഴോട്ട് വീണാ തീർന്ന്. താഴോട്ട് വീഴാതെ അതിസാഹസികമായിട്ട് വേണം അവിടുന്ന് ആ അയൺ എടുക്കാൻ വേണ്ടി. എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഹോപ്പ് ഉണ്ട്. ചാവരുത് ചാവരുത്. ഓക്കെ ഓക്കെ ഓക്കെ, മുകളിലോട്ട് കയറാം മുകളിലോട്ട് കയറാം. റീസ്പോൺ പോയിന്റ് ഞാൻ സെറ്റ് ചെയ്താ? സെറ്റ് ചെയ്ത് ഇവിടെ അവിടെ സെറ്റ് ചെയ്തു. ഓക്കെ, ഞാൻ ചത്ത് കഴിഞ്ഞ സീൻ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഈ കോൾ എടുക്കാം. ഫ്രീ ആയിട്ട് വന്ന വഴിക്ക് കോളും കിട്ടിയിട്ടുണ്ട്. എടാ ഇത് എത്ര കോളാണ് ഇതിൻ്റെ ഉള്ളിൽ? ഒരു കോളാന്ന് വിചാരിച്ചത്. ടോട്ടൽ എനിക്ക് 5 കോളാ ഒറ്റ ഇതിൽ നിന്ന് കിട്ടി. ഓക്കെ, കോൾ ആവശ്യത്തിനായി. യോ എടാ, എന്തായാലും ഞാൻ ഒരിക്കൽ ഈ കേവ് മൊത്തം എക്സ്പ്ലോർ ചെയ്ത് ഇവിടെയുള്ള എല്ലാ ഡയമണ്ടും എടുത്തിട്ടു, അത് ഉറപ്പാണ്. ഇപ്പോൾ ഇവിടുന്ന് ആ സൈഡിലോട്ട് പോകണം. ഉള്ള സ്റ്റെപ്പ് വെച്ച് തന്നെ പോവാം. പുതിയതായിട്ട് സ്റ്റെപ്പൊന്നും ഉണ്ടാക്കുന്നില്ല. ഇതുവരെ നേരെ ആ അയണിൻ്റെ അടുത്തെത്തണം. ഇതിൻ്റെ എവിടെയായിരുന്നു അയൺ? അയ്യോ, താഴ്വയല്ലേ. മെല്ലെ ജമ്പേ. ഓക്കേ, ഇവിടെ അടുത്തവിടെ ആയിട്ടാണ് അയൺ. ഞാൻ കറക്റ്റ് അതിൻ്റെ ലൊക്കേഷനിലേക്ക് ഒന്ന് എത്തട്ടെ. അയ്യോ, ഞാൻ അയൺ കണ്ടുപിടിച്ചു. അപ്പം തന്നെ താഴോട്ട് വീണ്. അത് അയണിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് കണ്ടുപിടിച്ചതാ. ഇനിയിപ്പോൾ ആദ്യം മുകളിലോട്ട് കയറണം. ആദ്യം മുകളിലോട്ട് കയറട്ടെ. ഞാൻ അത് കാണിക്കാൻ വേണ്ടി ഒന്ന് F5 നിൽക്കി നോക്കിയതാ. അപ്പം താഴോട്ട് വീണ്. ഇനിയിപ്പോൾ ആദ്യം മുകളിൽ കയറിയിട്ട് അയൺ ആദ്യം എടുക്കാൻ നോക്കണം. എടുക്കാൻ പറ്റും. അത് കറക്റ്റായിട്ട് ലൊക്കേഷനില്ല. നേരെ ഉള്ളിലേക്ക് കൂടി മൈൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് ഒരു സീനില്ലാതെ എടുക്കാമെന്നാണ് തോന്നുന്നത്. എടുത്തു നോക്കാം, അങ്ങോട്ട് പോയിട്ട് നോക്കാം. ചിലപ്പോൾ ഇതേപോലെ ആദ്യം വീണ് കഴിഞ്ഞാൽ എനിക്ക് മെൻ്റലാവാൻ ചാൻസ് ഉണ്ട്. നോക്കാം. ഒന്നുകൂടെ പോയി നോക്കാം. ഇതാ ഈ സൈഡിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം. F5 നോക്കിയിട്ട് ഇതാ. ഓക്കെ, ഇവിടെ ആദ്യം വീരല്ലേ. ഇവിടുന്ന് നോക്കിയാൽ കാണൂല. താഴോട്ട് പോയിട്ട് കാണിച്ചു തരാം. ഇതാ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ ഉണ്ട്. ഇതിലേക്ക് കൂടി തന്നെ. ഇതിപ്പോൾ എങ്ങനെ അങ്ങോട്ട് പോവാ? ഓക്കെ, ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി അങ്ങോട്ട് പോവാം. ഞാൻ അതിൻ്റെ അടുത്തെത്തട്ടെ. ഓക്കേ, കുറേ കഷ്ടപ്പെട്ടിട്ട് ഞാൻ അവിടെ എത്തി. കറക്റ്റ് ഞാൻ വിചാരിച്ചത് എത്തൂലാന്ന്. ഇവിടുന്ന് കുറച്ച് മൈൻഡ് ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ ഇതെത്തി. ഇത് പൊട്ടിച്ചെടുക്കുക. എൻ്റെ ഈ വേൾഡത്തെ ആദ്യത്തെ അയണെന്ന് തന്നെ പറയാം. ഇത് ആദ്യത്തെ അയൺ ഈ വേൾഡത്തെ. ലെറ്റ്സ് ഗോ. ഇത് പൊട്ടിച്ചെടുക്കുക. എടാ ഒന്നല്ല, ഇത് മുകളിലും മണ്ണ. ഒന്നല്ല, ടോട്ടൽ 5 അയൺ എനിക്ക് കിട്ടും. 5 എണ്ണം. 5ഉം അല്ല ഒട്ടാ സീൻ. 5 എണ്ണത്തിൽ കൂടുതൽ കിട്ടി. ഞാൻ ഇത്ര എണ്ണേ വിചാരിച്ചുള്ളൂ വേണമെന്ന്. പക്ഷേ ഇപ്പം ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് താഴോട്ട് വീഴും. ഇത് താഴോട്ട് വീഴാതെ എടുക്കാൻ പറ്റണം. ഒരു ഐഡിയ ഉണ്ട്. ഫുൾ ബുദ്ധി ഇല്ല, ഫുള്ള് ഉപയോഗിക്കണമെന്നില്ല, കുറച്ച് ഉപയോഗിക്കണമെന്നുള്ളൂ. ഇതിപ്പോൾ കയ്യിലോട്ട് തന്നെ വരും. ലെറ്റ്സ് ഗോ. കിട്ടി. അടുത്തത് കിട്ടി. എടാ താഴെ വീണ് തീർന്ന്. പക്ഷെ വെള്ളം ആയതുകൊണ്ടൊന്നും പറ്റാൻ ചാൻസ് ഇല്ല. താഴോട്ട് ചാടാം. ഇപ്പോൾ ഇതെടുത്തിട്ട് താഴോട്ട് ചാടാം. ഓക്കെ, ആവശ്യത്തിന് കല്ലും ഇനി കുറച്ച് വുഡും കൂടിയുള്ള അതെടുത്തിട്ട് നേരെ വീടിൻ്റെ ബേസിലേക്ക് പോട്ടെ. ലെറ്റ്സ് ഗോ. ആ വീടിൻ്റെ ബേസിലോട്ട് പോകാം. ഓക്കെ, ഞാനിവിടെ ബേസിന് വേണ്ടിയിട്ടുള്ള ടെറൈൻ സെറ്റ് ചെയ്ത് ഇവിടെയാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ഒരു ബേസിന് വേണ്ടിയിട്ട് ആ ഗ്രൗണ്ട് ടെറൈൻ അത് സെറ്റ് ചെയ്യണം. ആ ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇനി ഫാസ്റ്റിലായിരിക്കും ബിൽഡ് ചെയ്യുക. ഇവിടെ കുറേ സോംബീസൊക്കെ കറങ്ങുന്നുണ്ട്. ക്രീപ്പർ വന്ന് അടുത്തുനിന്ന് പൊട്ടി എല്ലാം തീർന്ന്. ഇല്ലില്ല, റീസ്പോൺസ് സെറ്റ് ചെയ്ത് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സേഫാണ്. ഓക്കെ, ഉണ്ടാക്കാം. ഇവിടുന്ന് 6 വെച്ചിട്ട് ഇതിനൊരു നമ്പർ വെച്ചിട്ട് 6x9 ഒരു സ്പേസിലാണ് നമ്മൾ ബേസ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ എത്ര എണ്ണമായി? 1 2 3 4 5 ഒരെണ്ണം കൂടി. ഇത് അത്യാവശ്യം സിമ്പിൾ ആണെങ്കിലും പക്ഷെ ഇത് അടിപൊളിയാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. 6 9. ഇനി ഇങ്ങോട്ട് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് വരിക. ഇപ്പോൾ ഇത് ഇങ്ങനെ ബിൽഡ് ചെയ്തിട്ട് ബാക്കിലോട്ട് ഇങ്ങനെ വരുന്നതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് വരിക എപ്പുറത്തെ സൈഡിലാണ് അങ്ങോട്ടായിരിക്കും. സോ ഫ്രണ്ട് അവിടെയും ബാക്ക് സൈഡിലൊരു അടിപൊളി കേവും അങ്ങനെ ബിൽഡ് ചെയ്യുന്നത്. ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ ഗ്രൗണ്ട് സെറ്റ് ചെയ്യട്ടെ. ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. അയ്യോ, ഞാൻ അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ട് വീട് കംപ്ലീറ്റ് ആക്കി. അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ട് വീട് കംപ്ലീറ്റ് ആക്കി. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇൻറ്റീരിയർ. ഇവിടെ ഒരു പെട്ടി ഇതൊക്കെ ഉണ്ട്. ബെഡ് എടുത്തിടണം. സോ ഇപ്പോൾ ബെഡും കൂടി എടുത്തിട്ട് ഫൈനലായി. ഇവിടെ പുറത്തില്ലേ, ഫുള്ള് സോംബീസാ. ഇവിടെ മൊത്തം സോംബീസാ. ഓക്കെ, ഇതാണ് വീട്. ഫ്രണ്ട് ഇങ്ങനെയാണ് കാണാൻ. കുറച്ച് പുല്ലൊക്കെ വെച്ച് ഡിസൈൻ ചെയ്യണം. നിങ്ങൾക്ക് എത്ര ഇഷ്ടമായെന്ന് പറയാം. ഔട്ട് ഓഫ് 10 എത്ര ഇഷ്ടമായെന്ന് പറയാം. സോ ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡ്. സോംബീസ് വരുന്നത്. ഓക്കെ,
ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എന്ത് ചെയ്യുക, ഇതെടുത്തിട്ട് ഇവിടെ വെക്കട്ടെ, ബെഡ് എടുത്തിട്ട് ഇവിടെ വെക്കട്ടെ. ഈ സോംബീസിനൊക്കെ രാവിലെ ആക്കി തീയിലിട്ട് കൊല്ലട്ടെ. രാവിലെ ആയി കഴിഞ്ഞ് ഇവർ തീയിൽ വീണിച്ചാവും. അതുകൊണ്ട് ഇവിടെ ബെഡ് ഇടുന്നു. ആൻഡ് റെസ്പോൺസ് വൈൻ യു മേ നോട്ട് റസ് മോൺസ്റ്റേഴ്സ് നിയർ ബൈ. എടാ മോൺസ്റ്റേഴ്സ് പുറത്തുള്ളതാണ്, എനിക്കിപ്പോൾ ഉറങ്ങാൻ പറ്റിയതാണ്. സോ രാവിലെ ആരും ഇങ്ങനെ ഇരിക്കുക. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായത് ലൈക്ക് അടിച്ച്